നമ്മളൊരു കാലവർഷക്കെടുതി വരുമ്പോൾ, ഒരു വലിയ ദുരന്തം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് മുന്നൊരുക്കങ്ങൾ നടത്തണം, അല്ലേ? സ്വാഭാവികമായും ഈ കാലവർഷക്കാലം എത്തുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്താറുള്ളത്. ആ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ സാധാരണ രീതിയിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കാറുണ്ട്. അതിന് ചുമതലയുള്ള വകുപ്പ് സെക്രട്ടറിമാർ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? വലിയ ആക്ഷേപം നമ്മുടെ സംസ്ഥാന സർക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലവർഷക്കെടുതി നേരിടുന്നതിൽ വലിയ പരാജയം നേരിട്ടു എന്ന ആക്ഷേപമാണല്ലോ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേൾക്കുന്നത്. ആ ആക്ഷേപത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ദുരന്തം എത്തുമ്പോൾ മുന്നറിയിപ്പുകൾ കൈകാര്യം ചെയ്തത് തലപ്പത്താളില്ലാതെ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമെത്തുകയാണ്. ദുരന്ത നിവാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഈ മാസം 4-ന് മാത്രമാണ്. നോക്കൂ, ഈ മാസം 4-ന് മാത്രമാണ് ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകേണ്ട സ്പെഷ്യൽ സെക്രട്ടറിയെ സർക്കാർ നിയമിക്കുന്നത്. കാലവർഷം ജൂൺ മാസത്തിൽ തുടങ്ങുന്നതാണ്. സ്പെഷ്യൽ സെക്രട്ടറി വരുന്നത് ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. എത്രമാത്രം അലംഭാവമാണെന്ന് ഓർത്ത് നോക്കൂ. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിന് സെക്രട്ടറി ഇല്ല. ജില്ലകളിൽ ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകേണ്ട ഡെപ്യൂട്ടി കളക്ടർ തസ്തിക 6 ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇപ്പോഴും ആളെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നേരെ ചൊവ്വേ ഈ പറയുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സർക്കാരിന് ഏകോപിപ്പിക്കാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അഞ്ജു തന്നെ നമുക്ക് നൽകും. അഞ്ജു, ഈ ദുരന്ത നിവാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒന്നും ആളില്ല. ഡെപ്യൂട്ടി കളക്ടർ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതുമാത്രമല്ല, സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിച്ചത് ഈ മാസം 4-ന് മാത്രമാണ്. ഓർത്തു നോക്കൂ, 1-ാം തീയതി മുതൽ ഇവിടെ മഴ തകർത്തടിച്ച് പെയ്യുകയാണ്. 4-ാം തീയതിയാണ് സ്പെഷ്യൽ സെക്രട്ടറി വരുന്നത്. ഈ നഷ്ടപരിഹാരം അടക്കം കണക്കാക്കേണ്ട റവന്യൂ വകുപ്പിനാണെങ്കിൽ സെക്രട്ടറിയേ ഇല്ല. എന്തൊരവസ്ഥയാണ്! മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വലിയ ആശങ്കയിലും അതുപോലെ ദുരിതത്തിലും ജനങ്ങൾ കഴിയുമ്പോൾ ഈ തലപ്പത്ത്, അതായത് ഈ ഏകോപന പ്രവർത്തനം, ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങൾ നടത്തേണ്ട തലപ്പത്ത് ആളുകളില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരില്ല എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ജൂലൈ 31-നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതൊരു മിന്നൽ പ്രളയ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നൽകുന്നത്. കാരണം അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മിന്നൽ പ്രളയ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നൽകിയിരുന്നു. പക്ഷേ ഈ സമയത്ത് സംസ്ഥാനത്ത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഇല്ല. തലപ്പത്ത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട ആളില്ല എന്നൊരു ആശങ്കയും ഈ സമയത്ത് നിലനിന്നു. കാരണം ഈ കള്ളാടി ദുരന്തമൊക്കെ നടന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആക്ഷേപം കേട്ടത് അലേർട്ടുകൾ ഒന്നും കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഓരോ മഴ അലേർട്ടുകളും അവർ കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ അതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൽ കൃത്യമായി തന്നെ അലംഭാവം കാണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പോലും ഒരു തലപ്പത്ത് ഒരു സ്പെഷ്യൽ സെക്രട്ടറിയെ നിയമിക്കാൻ കഴിയാഞ്ഞത്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസം 21-ാം തീയതിയാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ സെക്രട്ടറിയായ ജീവൻ ബാബു ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. അതിനുശേഷം ഈ ഓഗസ്റ്റ് 4 വരെ ഈ ഒരു പോസ്റ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഈ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് അടക്കം വരുന്നത്. അപ്പോൾ ഈ മുൻകരുതലുകളൊക്കെ നോക്കി മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അത്തരത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് ഈ ദുരിതാശ്വാസ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ. പക്ഷേ അതിന്റെ തലപ്പത്ത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് വലിയ ഗുരുതര സ്വഭാവമായി കാണേണ്ടത്. കാരണം ഇത് വലിയ രീതിയിലുള്ള വാർത്തകളാവാനും പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് തിടുക്കപ്പെട്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അഞ്ജന MS IAS-നെ തിടുക്കപ്പെട്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജില്ലകളിലാണ്. ഓരോ ജില്ലകളിലും ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്. പക്ഷേ 6 ജില്ലകളിൽ, അത് ഏറ്റവും എടുത്ത് പറയണം, മലപ്പുറം പോലെയുള്ള ഈ വലിയ രീതിയിലുള്ള ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. ആ ജില്ലയിലടക്കം ഡെപ്യൂട്ടി കളക്ടർമാർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. ആദ്യം മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മുന്നറിയിപ്പ് പ്രകാരം അലേർട്ടുകൾ നൽകുമ്പോൾ മുൻകരുതലുകൾ എടുക്കണം. അതിനുശേഷം പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അവിടെ വേണ്ട സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ഇവരുടെയൊക്കെ ഒരു ഏകോപനത്തിന്റെ ഫലമായിട്ടായിരിക്കണം. പക്ഷേ ഈ 2 തലപ്പത്തും ആളുകൾ ഇല്ലായിരുന്നെന്ന കാര്യമാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് വലിയ വീഴ്ചകൾ ഈ മുൻകരുതൽ എടുക്കുന്നതിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിലും ഉണ്ടായത്. വലിയ രീതിയിലുള്ള പരാതികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുണ്ടായിരുന്നു. കാരണം ആഹാരമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ലൈറ്റ് ഇല്ല, പരിശോധിക്കേണ്ടത് ഈ
ഈ ഒന്ന് സ്പെഷ്യൽ സെക്രട്ടറി അവരാണല്ലോ ഈ അലർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടത്. അതിനുശേഷം ദുരന്ത നിവാരണത്തിലേക്ക് വരികയാണെങ്കിൽ നഷ്ടപരിഹാരം കണക്കാക്കൽ, ക്യാമ്പുകളുടെ ചുമതല, ഇതൊക്കെ റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയിൽ വരുന്നതാണ്. ഇപ്പോഴും ആ പദവിയിൽ ആളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ക്യാമ്പുകളിൽ കാര്യങ്ങൾ ശരിയാവുക? ഈ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ടല്ലോ, അവരുടെ നഷ്ടം കണക്കാക്കി അവർക്ക് ആശ്വാസ സഹായം എത്തിക്കണമല്ലോ, സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ അവരിലേക്ക് എത്തും? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മളിത് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരികയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരമാകുമോ? ബാലു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയുടെയും ഒക്കെ ഒരു ചുമതലകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നൽകുകയാണെങ്കിൽ അതനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾ ആദ്യം ഇവർ പുറപ്പെടുവിക്കണം. ഏതൊക്കെ സ്ഥലത്താണ് ജാഗ്രത പാലിക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിനുശേഷം ആവശ്യമായ ക്യാമ്പുകൾ തുറക്കണം. പിന്നീടാണ് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഈ കാര്യങ്ങളിലൊക്കെയാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറിന്റെ ഒരു ചുമതല വഹിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയമായപ്പോഴും ഇവിടെ റവന്യൂ വകുപ്പിന് ഒരു സെക്രട്ടറി ഇല്ല എന്നൊരു കാര്യമാണ്. കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ഉണ്ടായി കഴിഞ്ഞു. അതിതീവ്ര മഴ കാരണവും മിന്നൽ പ്രളയവും കാരണം ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞു. ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു, അവർ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. പക്ഷെ അതിന്റെ കണക്കെടുപ്പ് നടത്താനോ കൃത്യമായി അവർക്ക് എന്തൊക്കെയാണോ ഇനി വേണ്ടത് എന്നുള്ള കാര്യം നോക്കാനോ പുനരധിവാസം എങ്ങനെയെന്ന് ചിട്ടപ്പെടുത്തണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വകുപ്പില്, ഈ റവന്യൂ വകുപ്പിൽ ഒരു സെക്രട്ടറി ഇല്ല എന്നുള്ളൊരു കാര്യം വലിയ ദുഃഖകരമായ കാര്യമാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടതാണ്. കാരണം റവന്യൂ മന്ത്രി പറയുന്നത് ഒരു കാര്യമാണ്, ജില്ലാ കളക്ടർമാർ പറയുന്നത് വേറൊരു കാര്യമാണ്. ഈ മരിച്ചവരുടെ കണക്കിൽ പോലും വലിയ രീതിയിലുള്ള അന്തരം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത് വാർത്തയായ സമയത്ത് ജില്ലാ കളക്ടർമാർ തങ്ങളോട് പറഞ്ഞ കണക്കിലുണ്ടായിരുന്ന വൈരുദ്ധ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ അതങ്ങനെയല്ല. കാരണം വകുപ്പ് നിയന്ത്രിക്കാൻ, വകുപ്പിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വകുപ്പ് സെക്രട്ടറി ഇല്ല. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഇല്ല. ഈ ജില്ലകളിലെ ദുരന്ത നിവാരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർമാരില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പാകപ്പിഴകൾ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് റവന്യൂ വകുപ്പിന് പോലും, റവന്യൂ മന്ത്രിക്ക് പോലും പലതരത്തിൽ പല സമയങ്ങളിൽ പല കണക്കുകൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്.